ഹലോ അസ്സാം വലൈക്കും. ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി വെള്ളം തിളക്കാൻ വെക്കുക. തിളച്ച വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ പാസ്തയോളം എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് പാസ്തക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലോട്ട് പാസ്ത തമ്മിൽ ഒട്ടാതിരിക്കാൻ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ചിക്കൻ ഉപ്പ് കുരുമുളക് വെള്ളം ചേർത്ത് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുത്താലും രണ്ടും ടേസ്റ്റാണ്. പിന്നെ ഒരു ഫ്രൈ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ബട്ടറും ചേർത്ത് ഗാർലിക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഗാർലിക്കിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഗാർലിക്കിൻ്റെ പച്ചമണം മാറിയിട്ട് വേണം മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഗാർലിക് ഇതെല്ലാം നന്നായി വഴറ്റി കൊടുക്കുക. പച്ചമണം മാറിയിട്ട് വേണം മറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ക്യാരറ്റ് ക്യാപ്സിക്കം ഇത് ചേർത്ത് കൊടുക്കാൻ. നിങ്ങളെ അളവിനനുസരിച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാസ്തയാണിത്. ഒരു ചൈനീസ് ടേസ്റ്റൊക്കെ ഉണ്ട് ഇല്ല ഒരു പാസ്തയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മളെ ക്യാരറ്റെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനൊരു 1/2 കപ്പോളം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിന് വേവ് കുറവായതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്യറ്. ക്യാപ്സിക്കം മസ്റ്റായിട്ട് ചേർക്കണം. എങ്കിലും മാത്രമേ പാസ്തക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടൂ. അപ്പോൾ നമ്മൾ വെജീസ് എല്ലാം വഴറ്റി അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സി ബ്ലെൻഡറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് കൈയോടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഈ ചിക്കൻ്റെ ഫ്ലേവർ വെജീസിലോട്ട് ഇറങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം വേണം സ്പൈസ് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി വെജീസിലും ചിക്കനിലും നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം മസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റാണ്. പിന്നെ ഇതിലോട്ട് ഒറിഗാനോ വേണം ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ഒറിഗാനോ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചധികം തന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഈ സമയം മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൗഡേഴ്സും അതുപോലെ തന്നെ ഹെർബ്സും വെജീസും എല്ലാം കൂടി നന്നായി സോട്ട് ചെയ്തെടുക്കുക. ഈ സമയം വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഫ്രൈ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ബട്ടർ ചേർത്ത് 2.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് അതിലോട്ട് ഒരു 1/2 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം. കട്ടയില്ലാതെ വേണം ഇളക്കി കൊടുക്കാൻ, അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ പേസ്റ്റാക്കിയിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മാഗി ക്യൂബ് ഇതിലും ഓപ്ഷണലാണ്. പിന്നെ വേവിച്ച പാസ്തയും വെജീസും അതുപോലെ തന്നെ വൈറ്റ് സോസും മിക്സ് ചെയ്ത് നമുക്ക് പാസ്ത സെർവ് ചെയ്യാം. ഭയങ്കര ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ. അസ്സലാമു അലൈക്കും.